അല്ല ഇത് നമ്മൾ മുന്നേ കണ്ട കൂടുതലേ മുന്തിരിത്തോപ്പമല്ല, ഇതൊരു വെറൈറ്റി മുന്തിരിയായിരുന്നല്ലേ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇത് ചെറിയ മുന്തിരിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് ഇതല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനെത്രയമ്മേ കിലോയ്ക്ക്? 70 കിലോയ്ക്ക്. താഴെക്കൂടെ നോക്കി. ഓക്കെ, കുറച്ച് മേടിക്കാം. അപ്പം നമ്മൾ ഇന്ന് തന്നെ വെറൈറ്റി ഒരു മുന്തിരിയാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇതുണ്ടല്ലേ, ഇത് ലൈവ് സാപ്പിട്ട് കൂടിയുമ്പോ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മളിതല്ലേ നമ്മൾ അവിടെ കഴിച്ച പോലത്തെ അല്ല, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതല്ലേ പൊടിയൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം കേട്ടോ. നീറ്റായിട്ടുള്ള ഏരിയ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. നോക്കൂ ഗൈസ്, അടിപൊളി മുന്തിരി. ഇതുണ്ടോ, നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനെക്കാളും നല്ല ഫ്രഷ് ആയിട്ട് മുന്തിരി. ഇതുണ്ടോ, ഈ സ്ഥലത്തിന്റെ പേരിനാക്കാ, ഈ സ്ഥലം എങ്കേരിക്കെ ഓടപ്പെട്ടി. നമ്മൾ മേഘമല പോകുന്ന വഴിയിൽ നമ്മുടെ അരിസിക്കൊമ്പൻ ആന വന്ന ഇടത്തിന്ന്, ആന പോയ ഇടത്തിൽ താഴെയാണ് കാണുന്നത്. ഉണ്ടോ, നല്ല അടിപൊളി ഫ്രഷ് മുന്തിരി. സൂപ്പർ, കമോൺ. അങ്ങനെ നമ്മൾ മേഘമലയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഉള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒറ്റ ചെക്ക് പോസ്റ്റേ ഉള്ളൂ. ഇവിടെ നമ്മളെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഇവിടെ കൊടുക്കണം. നമ്മുടെ വണ്ടിയിൽ എത്ര പേരുണ്ട്, അവർ വന്ന് വണ്ടി ചെക്ക് ചെയ്യും. എന്നിട്ട് പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനത്തെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് 6 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ച് വരണം. പിന്നെന്താണ്, പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ച് പോകാനൊക്കെ ഇവർ പറയും. കാരണം ഒരുപാട് കാട്ടുമൃഗങ്ങളുണ്ട്. നമ്മുടെ ടൈഗർ, അതുപോലെ തന്നെ എന്തുവാ അതിൻ്റെ പേര്, മറ്റേ പുലിയ, കരിമ്പുലി, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളോട് അവർ പറയും 6 മണിക്ക് മുന്നേ തിരിച്ച് വരണം, ഇരുട്ടിയിട്ട് അവിടെ നിൽക്കാൻ പാടില്ലെന്നുള്ള ഇൻഫർമേഷനൊക്കെ നമ്മളവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പേരൊക്കെ അവിടെ എഴുതി കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് ടോക്കൺ കിട്ടും. ആ ടോക്കണൊക്കെ മേടിച്ച് ഞാൻ നേരെ വണ്ടിയിലോട്ട് കയറി. വരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ടില്ലേ, നല്ലൊരു വ്യൂ ആണ് ഇത്. നല്ല ഉള്ള പ്രദേശങ്ങൾ, തമിഴ്നാടിൻ്റെ നല്ല വിജനമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾ മാത്രമുള്ള ഒരു കേല വണ്ടി തന്നെ. നമുക്ക് ഈ കാണുന്ന മല കയറി പോകണം. ഇവിടെയാണ് നല്ല തണുപ്പാണ്. ചുരങ്ങൾ കയറി അക്കരെ കയറണം. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി കാണുന്ന കാഴ്ച തരുന്നു. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ഇപ്പോൾ നമുക്ക് വീണ്ടും പോകാം. എല്ലാവരും പോരും. വീണ്ടും വണ്ടി എടുത്തു, വീണ്ടും വണ്ടി എടുത്തു.
ഭയങ്കര ഹിൽ ഏരിയ ആയിട്ടുണ്ട്. അതുകൊണ്ടോ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. കണ്ടോ മൂന്നാറിൽ ഇത്രയും ഹിൽ ഏരിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വട്ടത്ത് ഇങ്ങനെ ചുറ്റി കിടക്കുന്ന നടുക്ക് ഇങ്ങനെ കുറേ നിരപ്പായ സ്ഥലവും ഒരു പള്ളിയും ഒരു ക്രിസ്ത്യൻ ചർച്ചും കുറച്ച് ലയങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, ഇനി നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞത് ഇരവങ്കളാർ 20 കിലോമീറ്റർ, പിന്നെ മഹാരാജ മെട്ട് 18 കിലോമീറ്റർ, പിന്നെ ഹൈവേസ് 5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ പിന്നെ ഈ വഴി തീരുവാണ്, ഈ ഹൈവേ തീരുവാണ്. പിന്നുള്ളത് ഇട റോഡുകളാണ്. പിന്നെ ഞങ്ങൾ വരുന്ന കുറേ മലയാളി വണ്ടികൾ കേരളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നല്ലേ. നിങ്ങളിവിടെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെക്ക് പോസ്റ്റിന് കയറുമ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ്, വെള്ളം, റേഞ്ച് കിട്ടത്തില്ല, പ്ലാസ്റ്റിക് അലൗഡ് അല്ല, പിന്നെ പൈസ ആയിട്ട് കൊണ്ടുപോകണം, പിന്നെ ഗൂഗിൾ പേയുടെ വർക്ക് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു പൈസ കൊണ്ടുവരിക, ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരിക, പിന്നെ ഫുഡ് കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക. ഇത് മെയിനായിട്ട് സാധനങ്ങളാണ്. കാരണം ഇവിടെ കടകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. ഇത് ജക്രാന്ത ഇവിടെ പഴയ ഒരു എന്തുവാ ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടോ, ഒരു പോസ്റ്റ് ഓഫീസിലേക്ക്. അപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. നമുക്കിനി വണ്ടി എടുത്ത് പോകാം, അടുത്തത്ര പോകാം. അപ്പോൾ നമുക്ക് വീണ്ടും വണ്ടി എടുക്കാം. പോരി വാ. അങ്ങനെ നമ്മൾ ഹൈവേസ് ഡാമിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ ഈ ഡാമിൻ്റെ നേരെ താഴെയായിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 കടകളുണ്ട് അവിടെ. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ആകെപ്പാടെയുള്ള 2 ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയ 2 ഹോട്ടലാണ്. ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിലായിട്ട് 2 ഹോട്ടൽ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഡാം ഉള്ളതുണ്ടല്ലേ. ഞങ്ങൾ വന്നപ്പോൾ വെള്ളം ഒഴുകുന്നവിടെ വെള്ളമൊന്നും ഇല്ല. ഇതുണ്ട്, ഡാമൊക്കെ വറ്റി കിടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും താഴോട്ട് പോകുന്നതോറും നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നേരെ ഒരു പാലം കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. വീണ്ടും യാത്ര നമ്മൾ തുടരുകയാണ്. ഈ വഴി നേരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് വീടുകളിൽ വന്നിട്ട് എന്തോ അരി മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീടിൻ്റെ ഇത് കുത്തി തുറന്നതാണ്. അവിടെ വരെയാണ് നമ്മൾ അരിക്കവും വന്നത്. ഈ കാണുന്ന ലയങ്ങളുടെ ഇടയിൽ കൂടെ വന്ന് അവിടെയാണ് നമ്മൾ അരിക്കവും വന്ന സ്ഥലം എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടി ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത്. പറ്റിയ വെള്ളം. ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ തേയില വെട്ടിയേക്കുന്നതാണ്. നല്ല ഭയങ്കര നല്ല രസമാണ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് ദൂരെ സ്ഥലങ്ങൾ കാണാതെ മാക്സിമം നമ്മുടെ അടുത്തൊരു സ്ഥലങ്ങൾ കാണാൻ പോകും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ സ്ഥലമാണ്. നല്ല രസമാണ്. എല്ലാവരും കൂടെ വരിക. ഓക്കെ, നമ്മൾ ഒരു ഡാമേ കൂടെ അല്ല വണ്ടി കയറി പോകാൻ. അങ്ങനെയാണോ എനിക്ക് തോന്നുന്നത്? ഒരു പാലത്തെ കൂടെ എന്തോ കയറി പോകേണ്ട വണ്ടി. ഇതെങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെ ടാറ്റ തന്നെ ടാറ്റ. ഇതാണ് നമ്മൾ മേഘമല എത്താറാകുമ്പോഴത്തെ അവസാനത്തെ എൻഡിങ് പോയിന്റ് ആയിട്ടാണ് ഈ സ്ഥലം കേട്ടോ. അടിപൊളിയാണ്. എല്ലാം വരുന്ന തീരാറാകുമ്പോൾ നല്ലൊരു ഡാമിലെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയാണ്. ആൾക്കാർക്ക് ഒരുപാട് പേര് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം ഒരുപാട് പറ്റിപ്പോയി. ഞങ്ങൾ വണ്ടി ഇവിടെ ഓരോ സ്ഥലത്ത് നിർത്തി വരുമായിരുന്നു. അല്ലേ അമ്മ? എങ്ങനെയുണ്ടോ അമ്മേ? സൂപ്പറാണോ? അടിപൊളി. അച്ഛനും മഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. മഞ്ഞിങ്ങനെ കയറി വരുവാണ്. ഫുള്ള് തേയിലത്തോട്ടം, നല്ല തേയിലത്തോട്ടമാണെന്നല്ലേ. നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങ് ദൂരെ കാണും ഫുള്ള് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഭയങ്കര കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പത്ത്
വ്യൂ പോയിന്റ് വരെ പോകണം. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ കാണുന്ന മലയുടെ മണ്ടഭാഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും അങ്ങോട്ട് പോയേക്കാം. പറയും നമ്മൾ ചുമ്മാ ഈ താഴത്തെ വെള്ളത്തിൻ്റെ അവിടെ പോവാണ്. എങ്ങനെ അവിടുത്തെ കാഴ്ചകൾ അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്ന് അല്ലേ, അവരിങ്ങനെ വണ്ടാതിരിക്കണം, അച്ഛനും അമ്മയും വണ്ടാതിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് വെള്ളത്തിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകട്ടോ. തേയിലേക്ക് വെട്ടി നിരപ്പാക്കി വെച്ചേക്കുവാണ്. ഹായ് ബ്രാ, എങ്ങനെയുണ്ട് അവിടെ? അടിപൊളിയാണോ? ഇതുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ മേഘമല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, നമ്മളെ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തോ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ആനപ്പിണ്ടോ കേട്ടോ. ഇവിടെ എല്ലാം ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഇതുണ്ടല്ലേ, ഇതുണ്ടോ? പക്ഷെ എൻ്റെ പൊന്നെ, ഇത് ആനപ്പിണ്ടം കിടക്കുന്നില്ലേ. അപ്പോൾ ആന ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇത് ഡാമാണ്, ഡാമിലെ വെള്ളമാണ്. പക്ഷെ ഇപ്പോൾ വെള്ളം ഒരുപാട് നമ്മുടെ അഞ്ചുരുളി വെള്ളം പോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ മാക്സിമം കാണാൻ പോയതിന് ശേഷം മാത്രം നമ്മൾ ദൂരത്തോട്ട് പോവുക. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ദൂരോട്ട് പോവുക. ഇതുണ്ടല്ലോ, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ മേഘമല എന്ന് പറഞ്ഞാൽ. അടുത്തല്ല, ദൂരമുണ്ട്, 150 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് ഇതല്ലേ, മൂന്നാർ പോലെ തന്നെ. പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഇതുണ്ടല്ലേ, അടിപൊളിയാണ്. ഞങ്ങളിങ്ങനെ നടക്കുവാണ് ഇതിൻ്റെ. നമുക്ക് ഏകദേശം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഇതിലൂടെ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മൂക്ക് കടഞ്ഞു, ഭയങ്കര പനിയാണ്. പനിയല്ല, ഈ ഇതിലൂടെ നടന്നേ തണുത്ത കാറ്റടിച്ചടിച്ച് ഭയങ്കര തണുപ്പാണ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങോട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളി സ്ഥലമാണ്. നമ്മുടെ മൂന്നാറുമായിട്ട് എന്തെങ്കിലും ഒരു താരതമ്യം ചെയ്യാൻ പറ്റുമോ? തേയിലയുണ്ട്, മഞ്ഞുണ്ട്. മൂന്നാർ പക്ഷേ റോഡില്ലേ, മൂന്നാറിനെക്കാട്ടിലും കുറച്ചുകൂടി യാത്ര ചെയ്യാൻ സുഖമുണ്ട്. ആനകൾ ഒരുപാട് ഇവിടെ തോന്നുന്നു അല്ലേ? ആനകൾ കൂടുതൽ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. பெட்ரோல் கிடைக்குமாங்க? இங்க எங்க பெட்ரோல் கிடைக்குமா? இங்கேயும் கிடைக்காது. அல்ல, இந்த இது கிடைக்குமே, இந்த என்ன பிளாக்ல எதுலயும் கிடைக்காது. இல்லையா? அப்ப இங்க இருக்கிறது எப்படி பைக்ல பெட்ரோல் கீழ இருந்தே வாங்கிடுவாங்க. எங்க இருந்து வாங்கிக்கும்? கிடைக்கும். பெட்ரோல் கிடைக்குமான்னு கேக்குறாங்க. വഴി തീർന്നു പോകണം. ഇതുണ്ടല്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുമായിരുന്നു. നമ്മുടെ രാജാമെട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിങ്ങിലോട്ട് പോകുമായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ താണ്ട പകുതിക്ക് വെച്ച് ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ വെച്ച് അടച്ചേക്കുവാണ്, റോഡ് ക്ലോസ് ചെയ്തേക്കുവാണ്. അങ്ങോട്ട് വഴിയില്ല, ഞങ്ങൾ മൂഞ്ചി പോയി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതുണ്ടല്ലേ, എൻഡിങ് എന്ന് പറയുന്ന സ്ഥലം ഇതാണെന്നല്ലേ, നോക്കിയോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വരിക. ഇവിടെ വരെ വഴിയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി തിരിക്കുവാണ്. തന്നെ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു, ഈ വഴി ഇവിടുന്ന് വണ്ടി കടത്തി വിടത്തില്ല. ഒന്നുകൂടെ കാണിച്ചു. ഇവിടെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വണ്ടി തിരിക്കുവാണ്.
അപ്പോൾ ഞങ്ങൾ താണ്ടെ മേഘമലയിലെ ലാസ്റ്റ് സ്ഥലമായിട്ടുള്ള മഹാരാജ മെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് 30 രൂപ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അറിയത്തില്ല, ഞങ്ങൾ മണ്ടാരം പോയിട്ട് വരാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടല്ലേ, ഇങ്ങനെ കയറി പോകും. ഒരുപാട് ആൾക്കാരുണ്ട് ഇതില്ലേ. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് മേഘമലയുടെ ലാസ്റ്റ് എൻഡിങ് സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരുപാട് നടന്നു പോകണം. ലാസ്റ്റ് ഇവിടെ 30 രൂപയാണ് ഒരാൾക്ക് കയറി പോകുന്നതിന്. ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ, ഫാമിലി എല്ലാം താഴെ നിർത്തിയിട്ടിട്ട് ഞങ്ങളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മണ്ടേ പോയി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, ഇല്ലേ ഗൈസ്, അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ താഴെ നിർത്തിയിട്ടേ വേണമെന്നല്ലേ, വണ്ടി ഇങ്ങനെ താഴെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇതല്ലേ ഇങ്ങനെയാണ് നമ്മൾ പോകണത്. ഇതിന് നേരെ ഇങ്ങനെ പോകുന്നു, നേരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ വണ്ടി പോയിട്ട് 30 രൂപീസാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്നാണ് പറയണത്. ഞങ്ങൾ പോയി നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഫുള്ള് പെട്രോൾ നല്ല ഫില്ല് ചെയ്ത് വരിക, ക്യാഷായിട്ട് കൊണ്ടുവരിക. ഇവിടെ എങ്ങും പെട്രോൾ കിട്ടത്തില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. പെട്ടുപോകല്ലേ. ഇപ്പോൾ എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഒറ്റ കട്ടേ ഉള്ളൂ, 100 കിലോമീറ്റർ ഓടുമെന്ന് അറിയത്തില്ല. പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയി തന്നെയാണ്, ഒരിടത്തും കിട്ടും. പിന്നെ നമുക്ക് ചിന്നമന്നൂർ പോകണം പെട്രോൾ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് വരുന്നവർ പെട്രോൾ നന്നായിട്ട് മൈലേജ് നോക്കി വരില്ല. നിങ്ങൾ വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ലപോലെ പെട്രോൾ നിറച്ചിട്ടേ വരാവുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് 30 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ നടന്നു പോകുന്നത്. ടിക്കറ്റ് എടുക്കുന്നിടത്തുനിന്ന് ഒരു 50 മീറ്റർ ദൂരത്തിലാണ് ഈ മഹാരാജ മെട്ട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് തേക്കടി കാണാം. തേക്കടി എന്ന് പറഞ്ഞാൽ തേക്കടിയുടെ കാടേ കാണാൻ പറ്റുള്ളൂ, ഡാം കാണാൻ നമുക്കറിയത്തില്ല. നോക്കാം ഏതായാലും. ഫ്രണ്ട്സ്, ഞാൻ കണ്ടേ തിരിച്ചു പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഫാമിലി എല്ലാം തിരിച്ചു വരുന്നു. വൈഫും അച്ഛനും അമ്മ മോനും എല്ലാം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും എടുക്കാൻ നോക്കും. ഒന്ന് കണ്ടു കൊടുക്കണേ. അടിപൊളി സൂപ്പർ ഏരിയയാണ്. മൊത്തം വൈഡായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ മേഘമല നമ്മുടെ മകരജ്യോതി മകരജ്യോതി ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതിൽ എവിടെ നമുക്കൊരു പിടിപാടില്ല, ഇങ്ങനെ വിജയമായി കിടക്കുവാണ്. നമ്മൾ ആനേനെ തുറന്നിട്ട് അവിടെ ആണ് അല്ലേ, അവിടെ അതില്ല. എന്താ അടിപൊളിയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റണം. പിന്നെ അതിന് മണ്ടൊരു അമ്പലം ഉണ്ട്. അതാ പറയാം കമ്പം. എനിക്ക് തോന്നില്ല ആ കാണുന്നില്ലേ, നിങ്ങളെ പോയി കാണാൻ തോന്നില്ല. നമുക്ക് അവിടെ ചെന്നത് അത് നമ്മൾ നേരെ വന്നില്ലേ, ഇതാണ്ടേ തേക്കടി അവിടെ നമ്മൾ വന്ന വഴിയാടേ. ആ, അപ്പൊ നമ്മൾ വീണ്ടും അടുത്തത് ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് ഇനി രാജാമെട്ട് അല്ല പിന്നെ മഹാരാജ മെട്ട്, അവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 100 മീറ്ററാണ് അങ്ങോട്ട്. ഒരുപാട് നടക്കാറുണ്ട്. നിങ്ങൾ ആരും ഒറ്റയ്ക്ക് വരില്ലേ, ഒറ്റയ്ക്ക് വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇവിടെ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. വല്ല കാട്ടുമ്പോൾ പോയിരുന്നത് നമുക്കറിയില്ല. കിട്ടുവാ. നമ്മൾ മടുത്ത് ഊപ്പാട് തീർന്നു പോകുന്നു നടന്ന്. എന്തായാലും ഞങ്ങൾ നടക്കുവാണ്. മേഘമല വന്നു കഴിഞ്ഞാൽ മേഘമലയുടെ അവസാനത്തെ എൻഡ് വരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വീണ്ടും നടക്കുകയാണെന്നല്ലേ, നല്ല മടുത്ത് പോകും. കമാൺ. നമ്മളങ്ങനെ ടോപ്പ് എൻഡിൽ എത്തിരിക്കുകയാണ്. ഇവിടെ പോലീസിന്റെ വയർലെസ് കണക്ഷൻ ഒക്കെ ഉണ്ട്. പോലീസിന്റെ ഒരു വയർലെസ് കണക്ഷൻ ഉണ്ട്. അതുപോലെ അവിടെയാണ് നമുക്ക് പോലീസിന്റെ ഇത് കണക്ഷൻ. ഇവിടെ എന്തായാലും നമുക്ക് മൊത്തം കാണുന്നില്ലേ, വിജനമായ പ്രദേശമാണ്. ഇങ്ങനെ കിടക്കുവാണ്. അയ്യോ, വരുന്നവര് കേസ് ഞാൻ മടുത്തു. കേസ് ടോട്ടലി മടുത്തു. പുല്ലി കൊച്ചു ഞങ്ങൾ പിന്നെ നടക്കുവാണ്. അവിടെ എന്തൊരു കെട്ടിടം കാണുന്നുണ്ട്. ഞങ്ങൾ അവിടെ നടക്കണം എന്നെ അറിയാൻ വേണ്ടി.
നമ്മൾ 6 മണി വരെ 6 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകണം. ഇവിടുന്ന് ഈ മേഘമല നമ്മൾ 6 മണിക്ക് മുന്നേ നമ്മൾ ഇവിടുന്ന് പോകണം കേട്ടോ. കാരണം വെച്ചാൽ 6 മണിയാകുമ്പോൾ ഇവിടെ റോഡിൽ കൂടെ മൊത്തം കാട്ടുമൃഗങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 6 മണി വരെ നമുക്ക് ഇവിടുന്ന് വിട്ടു പോകണം ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് വിട്ടു പോകാം. ഇതാണ് മെയിൻ സ്ഥലം. മഴ പെയ്ത് കഴിഞ്ഞാൽ മേഘമല വന്ന പകുതി ആൾക്കാർ ഇവിടെ വരിക മിസ് ചെയ്യാൻ പാടുന്ന ഭയങ്കര രസമാണ്. മഞ്ഞ് നമ്മൾ വന്ന വഴി നോക്കി മൊത്തം കൂടി പോകണം. മഞ്ഞ് നിങ്ങൾ ഇവിടെ മിസ് ചെയ്യല്ലേ. മേഘമല വരണം. കറങ്ങോട്ട് കാണിച്ചേ. ഇങ്ങോട്ട് കാണിച്ചേ. മഞ്ഞ്
ഞങ്ങൾ താണ്ട കേസ് ഞങ്ങൾ ഈ പാറയുടെ ഇവിടെ നിന്ന് നിൽക്കുവാണ്. നിൽക്കുമ്പോഴത്തേനുമാണ് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് നമ്മുടെ മുല്ലപ്പെരിയാർ ഇരിക്കുന്ന കേരള ബോർഡറിൻ്റെ അവിടെ നിന്ന് ഒറ്റ അടിക്കാണ് മഞ്ഞം കയറി വരാൻ തുടങ്ങിയത്. മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ മൊത്തം അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് മഞ്ഞായി. ഇതുണ്ട് ആൾക്കാർ ഓടുവാണ്. മഞ്ഞിൻ്റെ കൂടെ ചെറുതായിട്ടൊരു മഴ പൊടിക്കുന്നതും കൂടെ ഉണ്ട്. ഇതല്ലേ എൻ്റെ പുറകിലോട്ട് നോക്കി ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അതുണ്ടോ അങ്ങ് ദൂരെ നിന്ന് പെട്ടെന്നാണ് മഞ്ഞ് കയറി വരുന്നത്. ഇപ്പോൾ കണ്ടോ നിങ്ങളൊരു മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ വന്ന വഴി മൊത്തം മൂടിപ്പോയി കേസ്. ഉണ്ടോ ഒന്നും കാണുന്നുണ്ടോ? ഞങ്ങൾ വന്ന വഴി നോക്കിയേ മൊത്തം മഞ്ഞ് കയറി. ഞങ്ങൾ പോവാണ് കേസ്. മഴ പെയ്യുന്നതിപ്പം പോകണം. ഇതുണ്ടോ ഒന്നും കാണുന്നില്ല. കാട്ടുകൂടെ ഒക്കെ ഇറങ്ങും. അതിനൊക്കെ പോകാം. അയ്യോ തമിഴ്നാട് ഒന്നും കാണുന്നില്ല. നമ്മുടെ മേഘമല ട്രിപ്പ് ഇന്ന് നമ്മൾ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ഇതുണ്ട് നമ്മുടെ ടോപ്പ് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മഹാരാജ മെട്ട് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ അവിടെയും പോയി അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം ഒരിക്കലും വരികയല്ലേ. ഞങ്ങൾ വൈകുന്നേരം 4 മണിയായി മൊത്തം മഞ്ഞായി. നമ്മൾ വന്ന് അവിടെ നിന്നാണ് മഹാരാജ മെട്ട് നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ്. ഫുള്ള് മഞ്ഞായി. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വരണം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമില്ല. 30 രൂപ ഉള്ളൂ പാസ്. ഇതല്ലേ ഉറപ്പാണ്. നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ വരണം. കാരണം ഒരു ഉച്ച കഴിയുമ്പോൾ പെട്ടെന്ന് മഞ്ഞ് കയറിപ്പോൾ. അപ്പോൾ നിങ്ങൾ നേരത്തെ വന്നിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ നോക്കും. ഇതല്ലേ ഫുള്ള് മഞ്ഞായി. ഇതല്ലോ ഫുള്ള് മഞ്ഞായി. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ്. അടുത്ത യാത്ര വീണ്ടും കാണാം. ബൈ. എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ബൈ. എന്തൊക്കെയാണ്